സാധാരണ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഈ എന്താ വെച്ചാൽ വെടി വെക്കും, വെടിയുടെ സൗണ്ട് വരും, അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്ന സൗണ്ട്. ഇത് രണ്ടുമാണ് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാനുള്ള അലാം. ഇത് പതിവിൽ വിപരീതമായി ഞങ്ങൾ കുറെ പേര്, ഞങ്ങളെല്ലാരും, എനിക്ക് തോന്നുന്നു സാൻഡ്രയും ഞാനും ഒക്കെ അന്ന് ഗാർഡനിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഗാർഡനിൽ ഇരിപ്പുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു സൗണ്ട് വരുന്നു സ്പീക്കറിൽ, അലാം സ്പീക്കറിൽ ഒരു സൗണ്ട് വരുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത സൗണ്ട്. സോ ഞങ്ങൾ പാനിക്കായി. എന്ന് വെച്ചാൽ ഇതുവരെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സൗണ്ടാണ്. ഈ സൗണ്ട് ലിറ്ററലി ഒരു മെഷീൻ ഓടുന്ന സൗണ്ട്. ഒരു ഇപ്പൊ ജനറേറ്റർ ഇടുവോ അല്ലെങ്കിൽ ഒരു മോട്ടർ അടിക്കുന്ന സൗണ്ട്, ഈ അങ്ങനത്തെ ഒരു അലമ്പ് ഒരു സൗണ്ട്. എന്ന് വെച്ചാൽ അതിനൊരു പേസും ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുന്നു താഴുന്നു പൊങ്ങുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എന്നിട്ട് തപ്പുവാണ് വീട് ഫുള്ള്. ഞങ്ങൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് എന്താണ്. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ, എന്തെങ്കിലും ഫയർ അലാം ആണോ, എന്താ സംഭവം എന്ന് അറിയാം. ഈ സേഫ്റ്റി മെഷേഴ്സ്, സെക്യൂരിറ്റി ഇതൊക്കെ ഇതിനകത്തുണ്ട് ഈ വീട്ടിനകത്ത്. എന്താന്നറിയില്ല. എല്ലാരും പാനിക്കായി ഓടി നടക്കുന്നു. ഞങ്ങള് തപ്പുക, വീട് മുഴുവനും തപ്പി അവസാനം ബെഡ്റൂമിൽ എത്തിയപ്പം ബെഡ്റൂമിൽ എന്തോ ഈ സൗണ്ടിനോട് വളരെ സാമ്യമുള്ള ഒരു സൗണ്ട് ബെഡ്റൂമിൽ നിന്ന് വരുന്നു. ഞങ്ങൾ നോക്കുമ്പം വീണ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വീണയുടെ അടുത്ത് ആരോ, എനിക്ക് അത് ആരാന്ന്, ഇവളാണോ സാൻഡ്രയാണോ രേഷ്മയാണോ പിള്ളേരാരോ ആണ്, എലീനയാണോ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ആരോ അല്ല, മറ്റേ ജസ്ല, അയ്യോ എന്തായിരുന്നു പുള്ളിക്കാരത്തിയുടെ പേര്, ജസ്ല, പേര് വരെ മറന്നേ. ജസ്ല കിടക്കുന്നുണ്ട്. ജസ്ലക്ക് അപ്പൊ വയ്യാണ്ട് എന്തോ ഇരിക്കുക. അപ്പൊ വീണ ഉറക്കാൻ പോയതാ ജസ്ലേനെ. അപ്പൊ ഫ്രൈഡേ ആ വയ്യാത്ത ആൾക്കാർ ഉറങ്ങിയ പൊതുവെ അലാ അടിക്കില്ല. അപ്പൊ വീണ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ വീണയുടെ മൈക്ക്, ഞങ്ങൾ എല്ലാരും 24/7 മൈക്ക് ഇവിടെ കിടക്കുക. അപ്പം ഈ സാധനം ഹൈ വോളിയത്തില് പുള്ളി അവിടെ സ്പീക്കറിൽ പ്ലേ ചെയ്തതാണ്. ഞങ്ങള് മനസ്സിലാവുന്നില്ല, ഇവരിത് അറിയുന്നുമില്ല. എന്ന് വെച്ചാ അദ്ദേഹം വളരെ ബിഗ് ബോസ് ഞങ്ങളെക്കാളും നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറ. പുള്ളി ഇൻഡോർ സ്പീക്കേഴ്സ് ഓഫ് ചെയ്തു. എല്ലാരും ഗാർഡനിൽ ഇരിക്കുന്നുണ്ട്, ഗാർഡൻ സ്പീക്കർ മാത്രം ഓൺ ചെയ്തു. അപ്പൊ എന്താ ഇവരറിയുന്നില്ല, ഇവരുടെ കൂർക്കമ്പലി ഇവിടെ ഞങ്ങള് ഹൈ വോൾട്ടേജിൽ കേട്ടോണ്ടിരിക്കുകയാണെന്ന്. ഞങ്ങളെല്ലാരും ചുറ്റും നിന്ന് ഇത് കണ്ടോണ്ടിരിക്കുക. പെട്ടെന്ന് വീണ എണീച്ചിട്ട് അതെ കൊച്ചിന് വയ്യാത്തോണ്ട് അത് ഭയങ്കര, എന്ന് വെച്ചാ ഇപ്പൊ പറയുമ്പോ ചിലപ്പോ അത് ഭയങ്കര നമുക്ക് ചിരിയൊന്നും വരില്ല. പക്ഷെ ആ സമയത്തുണ്ടല്ലോ ഞങ്ങളിത് ഫുള്ള് തപ്പിക്കൊണ്ടിരിക്കുക. ഇത് എവിടെ നിന്ന് ഈ സൗണ്ട് വരുന്നു, ഇത് എന്താണ് ഈ സൗണ്ട്, അലാമാണോ, എന്താ നമ്മളെന്താ ചെയ്യേണ്ടേ, ഗേറ്റ് ഇപ്പൊ തുറക്കുവോ, പുറത്ത് ആരെങ്കിലും വരുന്നു. ഞങ്ങള് വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുമ്പുള്ള അലാമിങ് ആയിരിക്കും ഇതൊക്കെയാണ്. ഇത് ഇവിടെ നിന്ന് മോട്ടർ വരുന്നതാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നീട് അത് കുറെ ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചിട്ടുള്ള ഒരു ആണ്. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കേട്ട പോലത്തെ ഒരു അശരീരി പോലത്തെ ഒരു സംഭവം നമ്മളിപ്പോ ഓഡിയോയിലൂടെ, ഇതായത് റാപ്പിഡ് ഫയർ ആണ് ഈ സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ ഒരു അശരീരി ഇപ്പൊ അവിടുന്ന് വരും. ആ അശരീരിക്ക് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന്, ഒരുപാട് അങ്ങനെ ലെങ്തി ആണ്, എന്താണെന്ന് കറക്റ്റ് ആൻസർ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, 4 ചോദ്യങ്ങളായിരിക്കും അശരീരിയിൽ നമ്മൾ കേൾക്കാൻ പോണത്. ശ്രദ്ധിക്കാം. ആര്യ, ബിഗ് ബോസ് മലയാളം സീസൺ 2-വിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും കൊറോണ അവിടെ ഒരു വില്ലനായി. ഇനിയിപ്പോൾ ഒരു ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റ് വന്നാൽ വീണ്ടും ആ ബിഗ് ബോസ് വീട്ടിലേക്ക് പോവാൻ ആര്യ മനസ്സുകൊണ്ട് തയ്യാറാണോ? തയ്യാറല്ല. അല്ല. ഓക്കെ, എക്സ്പ്ലനേഷൻ വേണോ? എന്തായിരിക്കും തയ്യാറല്ലാത്തത്? എനിക്ക് ആക്ച്വലി ഞാൻ ആ ഷോവിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക്, ഞാൻ ഹിന്ദി ഫസ്റ്റ് സീസൺ തൊട്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അതിനോടുള്ള അതിയായ ഒരു ഷോവിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത്. അതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. ബട്ട് നമ്മള് ഉള്ളില് വി വർ വെരി ഹാപ്പി ഇൻ ദ ഹൗസ്. ഞാനത് പറയട്ടെ, 75 ദിവസവും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വഴക്കുണ്ടായിട്ടുണ്ട്, തല്ലുണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായി ഒരു വിദ്വേഷവും ഇപ്പൊ പുറത്തില്ല. എല്ലാരും കാണും, മിണ്ടും, സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രേക്ഷകർ ഇതിനെ എടുക്കുന്ന രീതി, പ്രേക്ഷകരെയും ഞാൻ കുറ്റം പറയില്ല, ഇത് ഒരു ഷോ ആണ്. അപ്പൊ അത് ടെലികാസ്റ്റ് വരുന്ന രീതി അങ്ങനെയാണ്. അത് എനിക്ക് കുറച്ച് ട്രോമാറ്റിക് ആയിരുന്നു. അതിലൂടെ ഇനി ഒരിക്കൽ കൂടി പോകാൻ ഐ എം നോട്ട് റെഡി. ബിക്കോസ് അത് എന്നെ മാത്രമല്ല ബാധിച്ചത്, എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട്സ്, എന്നെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാരെയും ബാധിച്ചു. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് ദം ത്രൂ ഇറ്റ് അഗൈൻ. ഓക്കേ, ദാറ്റ്സ് ഇറ്റ്. ഓക്കേ, നെക്സ്റ്റ് വൺ. ആര്യയുടെ
സിനിമയുടെ ജീവിതത്തിൽ ആര്യയെ ഏറ്റവും വേദനിപ്പിച്ച ഒരാൾക്ക് ആര്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായ മികച്ച പ്രതികാര മാർഗം അതെന്തായിരുന്നു? പ്രതികാരം ഒന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പ്രതികാരം ആരോടും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യൂല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പോലെ കർമ്മ എന്ന് പറയുന്നതിൽ കുറച്ചെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്തിട്ടുള്ളതിനെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ സംഭവിക്കാതിരിക്കാം, ഇല്ലായിരിക്കാം. അത് കഴിഞ്ഞു. ദാറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ബഡായി ബംഗ്ലാവിന്റെ ഒരു മൂന്നാം വരവ് ആര്യ ആഗ്രഹിക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ആണല്ലേ. ഓ യെസ്. ആര്യനെ ലോകം മുഴുവൻ അറിഞ്ഞതും അംഗീകരിച്ചതും അല്ലെ, ഇഷ്ടം കിട്ടിയതും എല്ലാം ആ ഒരൊറ്റ പ്രോഗ്രാമിൽ നിന്നാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാലോ. അതെ, ഭയങ്കര ആഗ്രഹമുണ്ട്. ആ സെയിം ടീം ഇനിയും വരണം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ. സിനിമയിൽ നായിക വേഷങ്ങൾ അധികവും ആര്യയെ തേടി വരാതിരുന്നതിന്റെ ഒരു കാരണം? അതിന്റെ കാരണം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. സിനിമയിൽ നായികാവേശം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ജെനുവിൻലി എനിക്കറിയില്ല. മേ ബി കേപ്പബിൾ അല്ലാത്തോണ്ടാണോ എന്താണോന്ന് അറിയില്ല. പക്ഷെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ വരാത്തതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. കിട്ടിയ ഭാഗ്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നു. വരുന്നത് മാക്സിമം നല്ല രീതിയിൽ ചെയ്യാനും നോക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ അശരീരി കഴിഞ്ഞു. അശരീരിയില് തൊട്ട് തേർഡ് വൺ ഉണ്ടായിരുന്ന ചോദ്യം ബഡായി ബംഗ്ലാവ് 3 അതിന്റെ ആയിരുന്നു. ആര്യ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു. പക്ഷെ ആര്യക്ക് തന്നെ ആര്യ ഷുവർ ആയിട്ട് പറയുന്നു അത് ഇനി ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ ഒരു ഷോ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും വീണ്ടും വരാമില്ലേ, വരാൻ ചാൻസ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് ആര്യ അത് വരില്ല എന്ന് ഇത്ര അടിവരയിട്ട് പറയണത് എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് അത് നമ്മള് ഇത് പലപ്പോഴും ഈ ഒരു സാധനം ഡിസ്കഷൻസിൽ വന്നിട്ടുണ്ട്. ലൈക്ക് ബഡായി ബംഗ്ലാവ് ഇനി ഒരു ഇത്, അപ്പം അതിന്റെ കോർ ടീം ഇല്ലെങ്കിൽ അതൊരിക്കലും ബഡായി ബംഗ്ലാവ് അല്ല. മേ ബി അത് വരുന്നെങ്കിൽ തന്നെ ചിലപ്പോൾ അതിന്റെ കോർ ടീം ഇനി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഡയാന ചേച്ചി ഇനി ആ ഒരു ഷോ ചെയ്യും. ഡയാന ചേച്ചി ചെയ്താലേ ഷോ ശരിയാവുള്ളൂ. I don't think she'll be doing it again. ആണല്ലേ, അതുകൊണ്ടാണ് ആ ഒരു സംഭവം. Yes, and even എനിക്ക് തോന്നുന്നില്ല രമേശ് ഏട്ടൻ ഇനിയും ആ ഒരു തരത്തിലേക്ക് വേറൊരു ലെവലിൽ നിൽക്കുകയാണല്ലോ. തിരിച്ചും വീണ്ടും തുടങ്ങിയ ലെവലിലേക്ക് ആരും വരില്ലല്ലോ അല്ലെ. ആളെ റീപ്ലേസ് ചെയ്ത് ആര് വന്നിട്ടും ശരിയാവില്ല, അത് ആവില്ല. അതാണ് അത് തന്നെ. ഓക്കെ, ഇനി ആര്യയുടെ അടുത്ത് ചോദിക്കാനായിട്ട് വേറൊരാള് ഇവിടെ വീഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓവർ ടു ആ വീഡിയോയിലേക്ക്. കുഞ്ഞപ്പാ, എന്താ നമസ്കാരം. എനിക്ക് ഉറപ്പാണ് ഈ ഇന്റർവ്യൂവിൽ ഇപ്പൊ റീസെന്റ് ആയിട്ടുണ്ടായ ചില ചൊറിച്ചിലുകളെ പറ്റിയിട്ടൊക്കെ